ഒരു പക്ഷേ യോരീച്ചി അന്ന് മുസാനെ കൊന്നിരുന്നുവെങ്കിൽ ലേഡി ടമായോയും അന്ന് തന്നെ മരിക്കുമായിരുന്നു. നമുക്ക് നോക്കാം. മുസാനെ കൊന്നു കഴിഞ്ഞാൽ കൂടെയുള്ള ഡീമൺസ് കൊല്ലപ്പെടുമോ? ഇതേ ചോദ്യം നമ്മുടെ യുബുയാഷിക്ക് മുസാനോട് ചോദിച്ചതാണ്. മുസാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. കാരണം ഡീമൺസിനെല്ലാം മുസാൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് മുസാന്റെ അതേ ബ്ലഡ് സെൽസ് തന്നെയാണ് മറ്റുള്ള ഡീമൺസിനും ഉള്ളത്. എന്തിന് മുസാന്റെ മെമ്മറീസ് പോലും ഡീമൺസിന് അനുഭവപ്പെടാറുണ്ട്. കാരണം ഈ ഡീമൺസ് എല്ലാം മുസാന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് മുസാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഡീമൺസിനെ കാര്യമായി ബാധിക്കും. ഡീമൺസിന് എന്തെങ്കിലും പറ്റിയാൽ അത് മുസാന്റെ പദ്ധതികളെ മൊത്തം തകിടം മറിക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ മുസാൻ ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്തത് ബ്ലൂ സ്പൈഡർ ലില്ലി കണ്ടുപിടിക്കാനും ഇനി ഏതെങ്കിലും ഒരു ഡീമൺ സണ്ണ് കോങ്കർ ചെയ്താൽ അതിനെ ആവാഹിക്കാനും വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മുസാൻ ആ ഒരു ചോദ്യത്തെ അത്രയേറെ ഭയക്കുന്നത്. പക്ഷേ മുസാൻ മരണപ്പെട്ടിട്ടും യൂയിഷിറോ എന്തുകൊണ്ടാണ് മരിക്കാതിരുന്നത്? അതിന്റെ റീസൺ യൂയിഷിറോയെ ക്രിയേറ്റ് ചെയ്തത് മുസാൻ അല്ല, ലേഡി ടമായോ ആണ്. ടമായോ ആണെങ്കിൽ മുസാന്റെ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും യൂയിഷിറോയും മുസാന്റെ കൺട്രോളിൽ നിന്ന് ഫ്രീ ആവും. അതുകൊണ്ട് മുസാൻ മരിച്ചാലും ലേഡി ടമായോക്കും യൂയിഷിറോക്കും പിന്നീടും ജീവിക്കാൻ സാധിക്കുന്നതാണ്.